അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫ വമിൻ ഖൽബിൻ ലാ യഖ്ശ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുന്ന ഈ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണ്? അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫ, അല്ലാഹുവേ ഉപകാരപ്രദമാകാത്ത അറിവിൽ നിന്ന്, ഉപകാരപ്പെടാത്ത അറിവിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വമിൻ ഖൽബിൻ ലാ യഖ്ശ, ഖുശൂ ഇല്ലാത്ത, ഭക്തിയില്ലാത്ത, ഭയമില്ലാത്ത, നിന്നെ പേടിയില്ലാത്ത ഹൃദയത്തിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇവിടെ അറിവുണ്ടാവുക എന്നതല്ല, നമുക്കൊരുപാട് അറിവുകൾ ഉണ്ടാകാം, പക്ഷേ ആ അറിവുകൾ ഉണ്ടായാലും ആ അറിവനുസരിച്ച് പ്രവർത്തിക്കാത്ത സ്ഥിതി ഉണ്ടാകും. പലതും നിഷിദ്ധമാണ് എന്ന് നമുക്കറിയാം, പലതും പാപങ്ങളാണ് എന്ന് നമുക്കറിയാം. പക്ഷേ പലതരത്തിലുള്ള പ്രലോഭനങ്ങൾക്ക് വഴിപ്പെട്ട് നമ്മൾ ആ പാപങ്ങളിലേക്ക് വഴുതി വീണേക്കാം. അള്ളാഹുവേ, അത്തരമൊരവസ്ഥ എനിക്കുണ്ടാകരുതേ. അവിടെ ഇൽമുണ്ടായിട്ടും ശരീഅത്തിനെ കുറിച്ച് അറിഞ്ഞിട്ടും നിയമങ്ങൾ അറിഞ്ഞിട്ടും അള്ളാഹുവും പ്രവാചകനും വിലക്കിയ കാര്യമാണെന്ന് അറിഞ്ഞിട്ടും പാപങ്ങളിലേക്ക് വഴുതി പോകുന്ന, ആ അറിവ് പാഴായി പോകുന്ന അവസ്ഥ എനിക്കുണ്ടാകരുത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. അതേപോലെ ഹൃദയത്തിൽ ഭയഭക്തി ഇല്ലാതാകുന്ന, അത് ദുർബലമാകുന്ന, അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ബോധവും ഭയവും അത് ഇല്ലാതായിത്തീരുന്ന, അങ്ങനെ പാപങ്ങളിലേക്ക് വഴുതി വീണു പോകുന്ന അവസ്ഥ എനിക്കുണ്ടാക്കരുതേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം.